ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും മലയാളം ക്വസ്റ്റ്യൻസും ആണ്. നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം പ്രിലിമിനറി ഇപ്പോൾ അടുത്തല്ലോ. അപ്പോൾ നമുക്ക് ഒന്ന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും മലയാളം ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ചൂസ് ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതാണ് ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ട് സ്പെൽ ചെയ്തിട്ടുള്ള വേർഡ്? ഓപ്ഷൻ ബി ആണ്, കണ്ടന്റ്മെന്റ് ആണ് കേട്ടോ. കണ്ടന്റ്മെന്റ് എങ്ങനെയാ? CONTENTMENT. കണ്ടന്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കണ്ടന്റ്മെന്റ് അതായത് ഒരു ഹാപ്പി ലൈഫ് അല്ലെങ്കിൽ അതിൽ മുന്നോട്ട് പോകുന്ന എന്നുള്ളതാണ് കണ്ടന്റ്മെന്റ് എന്നുള്ളതിന്റെ മീനിങ്. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ എ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം. കണ്ടന്റ്മെന്റിന്റെ മീനിങ് എന്താണ്? എ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം. നമുക്ക് ഇനി ഇടയ്ക്ക് ചോദിക്കുന്ന ഇതുപോലെ മിസ്പെൽറ്റ് ആയിട്ടുള്ള വേർഡുകൾ, അതായത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന മിസ്പെൽറ്റ് ആയിട്ടുള്ള വേർഡുകൾ ഏതൊക്കെയാണ്? ഒന്ന് അക്കമഡേറ്റ് ആണ്. എന്താണ് അക്കമഡേറ്റ്? എന്താ അക്കമഡേറ്റിന്റെ സ്പെല്ലിങ്? ACCOMMODATE. 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 ACC രണ്ട് C ഉണ്ട്, രണ്ട് M ഉണ്ട് എന്നുള്ളതും ഓർത്തു വെക്കുക. ACCOMMODATE ആണ് എന്ത്? accommodate എന്നുള്ളതിന്റെ സ്പെല്ലിംഗ്. ഇനി apparent എങ്ങനെയാ? apparent സ്പെല്ലിംഗ് എന്താ? APPARENT. apparent സ്പെല്ലിംഗ് എന്താ? APPA അപ്പ, rent, RENT. apparent. APPA അപ്പ, rent, RENT. apparent അതായത് APPARENT ആണ് apparent എന്നുള്ള കാര്യം മറക്കരുത്. ഇനി argument എങ്ങനെ എഴുതാ? argument ARGUMENT. argument എങ്ങനെയാണ്? ARGUMENT. അതാണ് ആർഗ്യുമെന്റ് എന്നുള്ളതിന്റെ സ്പെല്ലിംഗ്. ഒന്നുകൂടി പറയാം, ARGUMENT. ആർഗ്യുമെന്റ്, ആർഗ്യുമെന്റ്. ഇനി കലണ്ടർ, നമ്മൾ എപ്പോഴും പറയുന്നതാണ് കലണ്ടർ. ഓക്കെ, കലണ്ടറിന്റെ സ്പെല്ലിംഗ് എന്താ? CALENDAR. 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 നമുക്ക് തെറ്റിപ്പോവാ, LAN ആണ് നമ്മൾ വിചാരിക്കുക, പക്ഷേ കലണ്ടർ CALENDAR ആണ് കലണ്ടർ. ഇനി കോളം എന്നുള്ളത് തന്നെ സ്പെല്ലിംഗ് എന്താണ്? അവിടെ കാണില്ലായിരിക്കും. COLUMN ആണ് എന്ത്? കോളം. COLUMN ആണ് എന്ത്? കോളം. അപ്പോൾ ഇത്രയും വേർഡുകൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്, പ്രത്യേകിച്ചും അക്കോമഡേറ്റും അതുപോലെ കലണ്ടർ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് ചൂസ് ദ കറക്റ്റ് വൺ. താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് ആയത് ചൂസ് ചെയ്യാം. സൗണ്ട് ഓഫ് ആനിമൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. റെസ്ലിംഗ് ഓഫ് ബേർഡ്സ് ആണോ, റെസ്ലിംഗ് ഓഫ് ആനിമൽസ് ആണോ, റെസ്ലിംഗ് ഓഫ് ലീവ്സ് ആണോ, റെസ്ലിംഗ് ഓഫ് ചെയിൻസ് ആണോ ശരിയായിട്ടുള്ളത്? റെസ്ലിംഗ് ഓഫ് ലീവ്സ് എന്നാണ് എന്ത് ചെയ്യുക നമ്മൾ പൊതുവെ പറയാം. അടുത്തത് ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് കോഡിയൽ. കോഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാം അല്ലെങ്കിൽ ഫ്രണ്ട്ലി എന്നുള്ളതൊക്കെയാണ് കോഡിയൽ എന്നുള്ളതിന്റെ അർത്ഥം. എന്നാൽ ഇത് ഇവിടെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അൺഫ്രണ്ട്ലി ആണ്. കോഡിയലിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? അൺഫ്രണ്ട്ലി. മറ്റത് ഫ്രണ്ട്ലി എന്നാണ് കോഡിയൽ എന്നുള്ളതിന്റെ അർത്ഥം. ഫ്രണ്ട്ലി, വാം, ഫ്രണ്ട്ലി എന്നൊക്കെ അർത്ഥം വരും. ഓപ്പോസിറ്റ് ചോദിച്ചത് കൊണ്ട് നമ്മൾ എന്ത് എഴുതണം? അൺഫ്രണ്ട്ലി എന്ന് എഴുതണം. ഓക്കെ, ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ ഹൈ പിച്ച്ഡ് ക്രൈ. എ ഹൈ പിച്ച്ഡ് ക്രൈ. എന്താ ഹൈ പിച്ച്ഡ് ക്രൈ എന്ന് പറഞ്ഞാൽ? വൈൻ എന്നുള്ളതാണ് ഹൈ പിച്ച്ഡ് ക്രൈ. ഓക്കെ, വൈൻ എന്ന് പറഞ്ഞാൽ ഹൈ പിച്ച്ഡ് ക്രൈ എന്നുള്ളത് ഓർത്തു വെക്കുക. ഫൈൻഡ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് ടു പുട്ട് അപ്പ് വിത്ത്. ടു പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്തല്ല? ടു എൻഡ്യൂർ സംതിങ്. ടു എൻഡ്യൂർ സംതിങ് എന്നാണ് ടു പുട്ട് അപ്പ് വിത്ത് എന്നുള്ളതിന്റെ അർത്ഥം. ടു എൻഡ്യൂർ സംതിങ്. അടുത്തത് all of you dash different but each of you dash unique. ഇതെങ്ങനെ? ഈ all of you എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? പ്ലൂറൽ വെർബ് കൺസിഡർ ചെയ്യണം. തന്നിരിക്കുന്നതിൽ പ്ലൂറൽ വെർബുകൾ ഏതൊക്കെയാണ്? ഈസ് ആണോ, ആറാണോ? ആറാണ് അല്ലേ? ഓക്കെ, ആറാണ് പ്ലൂറൽ വെർബ്. ഓക്കെ, ഡിഫറെന്റ് ബട്ട് ഈച്ച് ഓഫ് യു. ഈച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സിംഗുലർ വെർബ് കൺസിഡർ ചെയ്യണം. ആറാണോ ഈസ് ആണോ സിംഗുലർ വെർബ്? ഈസ് ആണ് അല്ലേ? അപ്പൊ ഓപ്ഷൻ എന്താണ്? സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ആൻസർ. അതായത് all of you are different but each of you is unique എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരാം. Okay, what was taken by you for breakfast?
എന്നുള്ളത് നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഇതിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള ഫോം അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്നത് പാസീവ് ഫോർമാറ്റ് ആണ്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ ആക്റ്റീവ് ഫോർമാറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് നോക്കാം? നമുക്കിവിടെ ഒരു കീവേഡ് ഉണ്ട് അല്ലേ, വാസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ നടന്ന ആക്ഷൻ ആണ്. പാസീവ് വോയിസ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നില്ല, ടെൻസിന് ചേഞ്ച് വരുന്നില്ല. അപ്പൊ ആക്റ്റീവ് വോയിസും എന്തിൽ തന്നെ ആയിരിക്കും? പാസ്റ്റ് ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും. അപ്പൊ ഡു ആണോ? അല്ല. ഡിഡ് വരാൻ ചാൻസ് ഉണ്ട്, ഹാഡ് വരാൻ ചാൻസ് ഉണ്ട്, ഹാവ് വരുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താ നോക്കേണ്ടത്? ഏത് ടെൻസ് ആണെന്ന് നമ്മൾ ആദ്യം നോക്കി, അതിനനുസരിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഏതൊക്കെയാണ് പോസിബിലിറ്റീസ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഏതാണ് ശരി? വാട്ട് ഡിഡ് യു ടേക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ഹാർഡ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാസീവ് വോയിസിൽ എന്ത് വരേണ്ടതാണ്? ബീനും കൂടി വരേണ്ടതാണ്. ഇവിടെ ബീൻ ഇല്ലാത്തത് കാരണം നമുക്ക് എന്ത് ഉറപ്പിക്കാം? ഹാഡ് അല്ല, പകരം എന്താണ്? വാട്ട് ഡിഡ് യു ടേക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇങ്ങനെ പാസീവ് ആയിട്ട് അതിന്റെ ആക്റ്റീവ് വോയിസ് കണ്ടുപിടിക്കാൻ പറയും, ആക്റ്റീവ് വോയിസ് തന്നിട്ട് പാസീവ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറയും. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസീവ് വോയിസിൽ ബി ഫോം പ്ലസ് V3 ഉണ്ടായിരിക്കും. മാത്രമല്ല ഇവിടെ ടെൻസിന് വ്യത്യാസം ഉണ്ടാവില്ല. പാസീവ് ഫോമിൽ ടെൻസിന് ഒരിക്കലും എന്ത് ഉണ്ടാവില്ല? വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, അടുത്തത് ദ റിപ്പോർട്ടർ എക്സ്ക്ലെയിംഡ് സാഡ്ലി ദാറ്റ് മെനി ലൈവ്സ് ഹാഡ് ബീൻ ലോസ്റ്റ് ഡ്യൂ ടു ബോട്ട് ആക്സിഡന്റ്. മെനി ലൈവ്സ് ഹാഡ് ബീൻ lost due to boat accident. Choose the appropriate direct speech sentence. ഇത് indirect ആണ്. അതിന്റെ direct speech കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ഏതാണ്? The reporter said, alas, many lives have been lost due to the boat accident. Okay, have been lost ആണ് എന്ത്? had been lost ആവുക റിപ്പോർട്ട് ചെയ്യുമ്പോൾ. ആ സമയത്ത് നമ്മുടെ ഓപ്ഷൻ എന്താണ്? ബി ആണ് കറക്റ്റ് ആൻസർ. The reporter said, alas, many lives have been lost due to boat accident എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് the bus dash a car when it dash with an accident. ഇത് രണ്ടും പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഒന്ന് പാസ്റ്റ് കണ്ടിന്യൂസിലും വരണം, ഒന്ന് സിമ്പിൾ പാസ്റ്റിലും വരണം. ഓക്കെ, അപ്പൊ ഏതാ വരിക? രണ്ടും പാസ്റ്റിൽ നടന്ന രണ്ട് ആക്ഷൻ ആണെങ്കിൽ ഒന്ന് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും, അടുത്തത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. അപ്പൊ ഏതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്, ഏതാണ് സിമ്പിൾ പാസ്റ്റ്? ദ ബസ് എന്താണ്? was overtaking. The bus was overtaking a car when it met with an accident. അപ്പൊ രണ്ടും പാസ്റ്റ് നടന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് അതൊരു കാറിനെ ഓവർടേക്ക് ചെയ്യായിരുന്നു. അപ്പൊ എങ്ങനെയാ മീനിങ് വരിക? ദ ബസ് വാസ് ഓവർടേക്കിംഗ് എ കാർ വെൻ ഇറ്റ് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. അടുത്തത് യു ഹാവ് ടു ഗോ. അതിന്റെ ടാഗ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? യു ഹാവ് ടു ഗോ എന്നുള്ളതിന്റെ ടാഗ് നമ്മൾ എങ്ങനെ എഴുതാം? ഹാവ് പ്ലസ് V3 ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഹാവ് വെച്ചിട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? ഹാവിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഹാവിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എന്താ വരിക? ഡു ഫോം ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ടാഗിൽ എന്ത് വരണം? നെഗറ്റീവ് വരണം. സോ ഡോണ്ട് യു എന്നുള്ളതാണ് ഇതിന്റെ ടാഗ് വരിക. യു ഹാവ് ടു ഗോ, ഡോണ്ട് യു എന്നുള്ളതാണ് അതിന്റെ ടാഗ് ആയിട്ട് വരിക. ഓക്കെ, ഇനി മലയാളമാണേ. ഒറ്റപ്പദം തിരഞ്ഞെടുക്കുക. ആശ നശിച്ചവൻ എന്താണ്? ഹതാശൻ. ആശ നശിച്ചവനെ നമ്മൾ എന്താ പറയാ? ഹതാശൻ. വിപരീത പദം നോക്കാം. സൂക്ഷ്മം എന്നുള്ളതിന്റെ വിപരീത പദം എന്താണ്? സ്ഥൂലം. അടുത്തത് ലതാഗൃഹം എന്നുള്ളതിന്റെ ശരിയായ രൂപത്തിൽ എങ്ങനെ എഴുതുക? ലതാഗൃഹം. ഓപ്ഷൻ എ ആണ് ശരി. ലതാഗൃഹം എന്നാണ് പറയാ. ലതാഗ്രഹമല്ല, ലതഗൃഹമല്ല, ലതഗേഹമല്ല, ലതാഗൃഹം എന്നാണ് ശരിയായ രീതി. ഇനി പകരം പദം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ഷണനം എന്ന് പറഞ്ഞാൽ എന്താണ്? വധം എന്നുള്ളതാണ് അർത്ഥം. ക്ഷണനം എന്ന് പറഞ്ഞാൽ വധം എന്നാണ് അർത്ഥം. ഇനി പദം പിരിച്ചെഴുതാൻ എങ്ങനെയാണ്? ഏതാണ് പദം? വാഗ്വിലാസം. ഈ വാഗ്വിലാസം എങ്ങനെയാ വരിക? വാക്ക് അധികം വിലാസമാണ് എന്ത്? വാഗ്വിലാസം. കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ നമ്മളെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. വാക്ക് അധികം വിലാസം, വാഗ്വിലാസം. വാക്ക് അധികം വിലാസമാണ് വാഗ്വിലാസം. ഓക്കെ, ഇനി ചേർത്തെഴുതുക. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ശരത് അധികം ചന്ദ്രൻ. അതെങ്ങനെയാണ്? ശരത്ചന്ദ്രൻ എന്നുള്ളതാണ് എന്ത്? ശരിയായ രൂപം. ശരത്ചന്ദ്രനാണ്. ശരത് അധികം ചന്ദ്രൻ എങ്ങനെയാണ്? ശരത്ചന്ദ്രനാണ്. ശരത് അധികം ചന്ദ്രൻ എങ്ങനെയാണ്? ശരത്ചന്ദ്രനാണ് ശരിയായ രൂപം. അടുത്തത് വാക്യശുദ്ധി എന്ന് വന്നൊരു ചോദ്യമാണ്. ഇത്തവണ SSLC പരീക്ഷ ഫലത്തിൽ വളരെയേറെ വർധനവ് കാണുന്നു. വളരെയേറെ വർധനവ് എന്നുള്ളത് വേണ്ട. വിദ്യാർത്ഥികളിൽ 100-ൽ 99 വിജയിച്ചു. 100-ൽ 99 എന്ന് പറയണ്ട. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ വളരെ വർധനവ് കാണുന്നു. അത് ശരിയാണ്. വിദ്യാർത്ഥികളിൽ 99% ജയിച്ചു. അതും ശരിയാണ്. അപ്പൊ ഇവിടുത്തെ ശരിയായ ഓപ്ഷൻ ഏതാണ്? ബി ആണ്. 100-ൽ 99% എന്ന് പറയേണ്ടതുണ്ടോ? ഇല്ല.
ശതമാനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, 100-ലാണ് പറയുന്നത് എന്നുള്ള ബോധം നമുക്ക് വേണം. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഇനി മഞ്ഞിന്റെ പര്യായ പദങ്ങളിൽ പെടാത്തത് ഏത്? നീഹാരം മഞ്ഞാണ്, പ്രാലേയം മഞ്ഞാണ്, ജലധരം മഞ്ഞല്ല, തുഷാരം മഞ്ഞാണ്. അപ്പോ പര്യായ പദങ്ങളിൽ പെടാത്തത് ഏതാണ്? ജലധരമാണ് പെടാത്തത്. ഓക്കെ. ഇനി അനിശ്ചിതത്വത്തിൽ തുടരുക എന്ന പ്രയോഗത്തിന് തത്തുല്യമായി ഉപയോഗിക്കാവുന്നത് ഏതാണ്? ഹാങ് ഇൻ ദ ബാലൻസ്. എന്താണ്? ഹാങ് ഇൻ ദ ബാലൻസ് ആണെന്ത്? അനിശ്ചിതത്വത്തിൽ തുടരുക അല്ലെങ്കിൽ എന്നുള്ളതിന്റെ തത്തുല്യമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പരിഭാഷ അല്ലെങ്കിൽ മലയാളം പരിഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാങ് ഇൻ ദ ബാലൻസ് എന്നുള്ളതാണ്. ഇനി ഹിറ്റ് ദ ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാള വിവർത്തനം എന്താ വരിക? പെട്ടെന്ന് വാർത്താ പ്രാധാന്യം നേടുക. പെട്ടെന്ന് വാർത്താ പ്രാധാന്യം നേടുക എന്നുള്ളതാണ് ഹിറ്റ് ദ ഹെഡ്ലൈൻസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വൺ ഓഫ് മൈ ടീച്ചേഴ്സ് ഡാഷ് നെക്സ്റ്റ് ഡോർ ടു മൈ ആണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ വൺ ഓഫ് മൈ എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ തുടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ വൺ ഓഫ് ആയിക്കോട്ടെ, ഈച്ച് ഓഫ് ആയിക്കോട്ടെ, നോട്ട് വൺ ഓഫ്, എ ഗ്രൂപ്പ് ഓഫ്, എവ്രി വൺ ഓഫ്, ഈച്ച് വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ് എന്നിങ്ങനെയൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള നൗണും അതുപോലെ അതിന്റെ കൂടെ സിംഗുലർ ആയിട്ടുള്ള വെർബുമാണ് യൂസ് ചെയ്യുക. പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ വെർബുമാണ് എന്ത് ചെയ്യുക? നമ്മൾ യൂസ് ചെയ്യുക. പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ വെർബും. ഇവിടെ സിംഗുലർ വെർബ് ഏതാണ്? ലീവ്സ് ആണ്. അപ്പോൾ വൺ ഓഫ് എന്ന് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് പ്ലൂരലും അതുപോലെ വെർബ് എന്തായിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. സിംഗുലർ വെർബ് ആയിരിക്കണം. ഇവിടെ സിംഗുലർ വെർബ് ഏതാണ്? ലീവ്സ് എന്നുള്ളതാണ് ശരിയാ. അപ്പൊ എങ്ങനെയാ പറയാ? വൺ ഓഫ് മൈ ടീച്ചേഴ്സ് ലിവ്സ് നെക്സ്റ്റ് ഡോർ ടു മൈ ആണ്ട് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. ഐ റിയലൈസ്ഡ് ദാറ്റ് വി ഡാഷ് ബിഫോർ. ഇവിടുത്തെ കീവേഡ് ബിഫോർ ആണ്. യെസ്റ്റർഡേന്നോ ലാസ്റ്റ് നൈറ്റിനോ എന്നല്ല. അതുപോലെ തന്നെ റിയലൈസ്ഡ് എന്നുള്ളത് അതൊരു V3 ഫോം ആണ്. ഈ V3 ഫോമിന്റെ കൂടെ എപ്പോഴും എന്താ വരിക? ഹാസ്, ഹാവ്, അതുപോലെ തന്നെ ഹാഡ് എന്നിവയിലാണ് വരിക. ഓക്കെ. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഹാഡ് മെറ്റ് ആണ്. ഇനി ജസ്റ്റ് യെസ്റ്റർഡേന്നോ ലാസ്റ്റ് നൈറ്റോ എന്നൊക്കെ ആയിരുന്നെങ്കിലോ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഫോം യൂസ് ചെയ്യുമായിരുന്നു. ഇവിടെ V3 ഫോം ഉണ്ട്. അതുപോലെ തന്നെ ബിഫോർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് നടന്നു പോയ പ്രവൃത്തിയാണ് അല്ലെ. ഐ റിയലൈസ്ഡ് ദാറ്റ് വി ഹാഡ് മെറ്റ് ബിഫോർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തത്. Against her parents' wish, she wants to be dash journalist. She wants to be a journalist എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. ഇനി അടുത്തത്. You like bread? അതൊരു ടാഗ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാ വരിക? You like bread? യെസ്. അതിന്റെ ഉത്തരം എന്താണ്? Don't you. Don't you എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. എന്തുകൊണ്ട് don't you വന്നു? ഡു ഫോം ആണല്ലേ ലൈക്ക് അല്ലെ. V1 ഡു ഫോം ആണ് ലൈക്ക്. അപ്പോൾ യു ലൈക്ക് ബ്രെഡ് എന്നുള്ളത് എന്താണ്? അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ടാഗിൽ എന്ത് വരണം? നെഗറ്റീവ് ഫോം വരണം. സോ ഡോണ്ട് യു എന്നുള്ളതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്തത്. ഐ ഡു നോട്ട് അപ്രൂവ് ഡാഷ് യുവർ ആക്ഷൻ. ഈ അപ്രൂവിന്റെ കൂടെ നമ്മൾ എപ്പോഴും വരുന്ന ഫിക്സഡ് പ്രിപ്പോസിഷൻ ആണ് ഓഫ്. അപ്രൂവ് ഓഫ് എന്നാണ് പറയുക കേട്ടോ. ഐ ഡു നോട്ട് അപ്രൂവ് ഓഫ് യുവർ ആക്ഷൻ. ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഐ ഡു നോട്ട് അപ്രൂവ് ഓഫ് യുവർ ആക്ഷൻ. അപ്രൂവ് ഓഫ്, അപ്രൂവ് ഓഫ്, അപ്രൂവ് ഓഫ് എന്ന് പഠിച്ചു വെക്കുക. ഐ ഡു നോട്ട് അപ്രൂവ് ഓഫ് യുവർ ആക്ഷൻ എന്നുള്ളത് പഠിച്ചു വെക്കുക. അടുത്തത്. ഐഡന്റിഫൈ ദ സിനോണിം ഓഫ് ദ വേർഡ് ഇൻട്രിപ്പിഡ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇൻട്രിപ്പിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സിനോണിം എന്താണ്? അർത്ഥമാണ്. സിനോണിം എന്താണ് വരിക? ബ്രേവ് എന്നുള്ളതാണ്. ഇൻട്രിപ്പിഡ് എന്ന് പറഞ്ഞാൽ ബ്രേവ് എന്നുള്ളതാണ് ഉത്തരം. ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദ ഇഡിയം ടു ടേക്ക് ദ റെയിൻസ് എന്ന് പറഞ്ഞാൽ ടു അസ്യൂം കമാൻഡ്. ടു അസ്യൂം കമാൻഡ് എന്നുള്ളതാണ്. ടു ടേക്ക് ദ റെയിൻസ് എന്ന് പറഞ്ഞാൽ ടു അസ്യൂം കമാൻഡ് എന്നുള്ളതാണ് ഉത്തരം. ഇനി RSPV ഈസ് ആൻ അബ്രിവേഷൻ ഫോർ. ഇത് കറക്റ്റ് ആയിട്ട് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. റെസ്പോൺസ് വാസ് സംതിങ്. എനിക്കത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള RSPV എന്ന് പറഞ്ഞെങ്കിൽ അത് റെസ്പോണ്ട് എന്നുള്ളതാണ്. റെസ്പോണ്ട് അല്ലെങ്കിൽ പ്ലീസ് റിപ്ലൈ എന്നുള്ളതാണ് അർത്ഥം. RSPV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അബ്രിവേഷൻ ആണ്. എന്തിന്റെ? പ്ലീസ് റിപ്ലൈ, അല്ലെങ്കിൽ അത് മീൻ ചെയ്യുന്നത് പ്ലീസ് റിപ്ലൈ എന്നാണ്. റെസ്പോണ്ട് എന്നുള്ളതിന്റെ മീനിങ് അല്ലെങ്കിൽ അതിന്റെ അബ്രിവേഷൻ ആണ് എന്ത്? RSPV, പ്ലീസ് റിപ്ലൈ എന്നുള്ളതാണ് അർത്ഥം. ഇനി ഐഡന്റിഫൈ ദ എക്സ്പ്രഷൻ വിച്ച് ഈസ് ഈക്വലന്റ് ഇൻ മീനിങ് ടു ദ ടേം ലിംനോളജി. ലിംനോളജി എന്തുമായിട്ടുള്ള സ്റ്റഡിയാണ്? ദ സ്റ്റഡി ഓഫ് ലേക്സ് ആണെന്ത്? ലിംനോളജി. ദ സ്റ്റഡി ഓഫ് ലേക്സ് ആണെന്ത്? ലിംനോളജി. ഹി ടേക്സ് ആഫ്റ്റർ ഹിസ് മദർ റാദർ ദാൻ ഫാദർ. ടേക്സ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? റിസംബിൾ എന്നുള്ളതാണ്. ടേക്സ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ റിസംബിൾ, ഒരു സാദൃശ്യം, രൂപസാദൃശ്യം എന്നൊക്കെ പറയില്ലേ. ടേക്സ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ റിസംബിൾ എന്നാണ് അർത്ഥം. അടുത്തത് കുറച്ച് മലയാളം ചോദ്യങ്ങൾ കൂടി നോക്കാം. കൂടെ ഇരുന്ന് കഴുത്തറക്കുക എന്ന് പറഞ്ഞാൽ ആ ശൈലി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അടുത്തുകൂടി ചതിക്കുക. എറൗണ്ട് ദ കോർണർ എന്ന് പറഞ്ഞാൽ ഇത്
ക്യാൻസൽ ചെയ്തതാണ്, PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഏകദേശം അടുത്ത് വരിക എന്നുള്ളതൊക്കെയാണ്, നിയർ ദ കോർണർ അല്ലെങ്കിൽ നിയർ എന്നുള്ളതൊക്കെയാണ് അർത്ഥമായിട്ട്. വേറൊരു എക്സാമിന് PSC അതിന്റെ ആൻസർ അങ്ങനെയാണ് കൊടുത്തിരുന്നത്. ഇതിലെന്തോ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടെണ്ണം ഉള്ളതാണ് തോന്നുന്നു. അരികിലാക്കുക അല്ലെങ്കിൽ അടുത്ത് വരിക എന്നുള്ളത് ഒരുമിച്ച് വന്നതുകൊണ്ടാണ് PSC എന്ത് ചെയ്തത്, അത് ക്യാൻസൽ ചെയ്തതെന്ന് തോന്നുന്നു. ഇനി തെറ്റില്ലാത്ത വാക്യം എടുത്തെഴുതാനാണ് തെറ്റില്ലാത്തത്. ഏതാണ് തന്നിരിക്കുന്നവയിൽ തെറ്റില്ലാത്ത വാക്യം? ഗർഭിണിയായ അവന്റെ ഭാര്യയെ ആശുപത്രിയിലാക്കി. ചോദ്യത്തിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷന്റെ സ്ട്രക്ചർ എന്ന തെറ്റാണ്. ഈ അവന്റെ ഭാര്യയെ എന്ന് പറയണ്ടല്ലോ, അവൻ ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിലാക്കി. 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയ ശതമാനം ഇത്തവണ 100ൽ 95 അങ്ങനെ പറയണ്ടല്ലോ. 100ൽ 95, വിജയ ശതമാനം 95 എന്ന് പറഞ്ഞാലും മതി. ഇനി ഏകദേശം 358 പേർ എന്നുള്ളത് പറയണ്ട, 358 പേർ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ശരിയായ രീതി. അപ്പോൾ ശരിയായ വാക്യം ഏതാണ്? വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. ഇനി പ്രസംഗിക്കുന്നയാൾ എന്നുള്ളതിന് ശരിയായ പദം എന്താണ്? പ്രസംഗകൻ എന്നുള്ളതാണ് ശരിയായ അർത്ഥം. പ്രാസംഗികനല്ല, നമുക്ക് എപ്പോഴും തെറ്റുന്നതാണ്. പ്രസംഗിക്കുന്ന ആളല്ലേ, അപ്പൊ അദ്ദേഹം പ്രാസംഗികനാവണം എന്നായിരിക്കും നമ്മളെ മനസ്സിൽ വരിക. പക്ഷെ അത് തെറ്റാണ്. പ്രസംഗകൻ എന്നാണ് പറയുക. പ്രസംഗിക്കുന്ന ആൾ പ്രസംഗകൻ, പ്രസംഗകൻ. ഇനി തണുപ്പുണ്ട് എന്നത് എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുക? തണുപ്പ് അധികം ഉണ്ട്. എന്താണ്? തണുപ്പ് അധികം ഉണ്ട് എന്നുള്ളതാണ് തണുപ്പുണ്ട്. ഇനി പെരുംപറ, പെരും അധികം പറ ചേർത്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? പെരുമ്പറ കിട്ടും, പെരുമ്പറ. ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? ഏതൊക്കെയാ ഓപ്ഷൻസ്? ധരണി, വസുധ, മേദിനി, ജനിത്രി. ധരണി ഭൂമിയാണ്, വസുധ ഭൂമിയാണ്, മേദിനി ഭൂമിയാണ്, ജനിത്രി ഭൂമിയല്ല, അമ്മയാണ് ജനിത്രി. വിപരീത പദം എഴുതുക. വിവൃതം. വിവൃതത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഏതാണ്? സംവൃതം. ഒറ്റപ്പദമാക്കുക. എല്ലാ ജനങ്ങൾക്കും ബാധകമായ. എന്താ? സർവജനീയം. സർവജനീയമാണ് എന്ത്? എല്ലാ ജനങ്ങൾക്കും ബാധകമായത് സർവജനീയം. എതിർലിംഗം യാത്രികൻ എന്നുള്ളത് ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ് എന്നുള്ളൊരു സെന്റൻസ് തന്നിട്ട് അതിന്റെ ടാഗ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സെന്റൻസ് ഏത് രൂപത്തിലുള്ള സെന്റൻസ് ആണ്? ഇതൊരു ഇംപെററ്റീവ് സെന്റൻസ് ആണ്. എന്താണ്? ഇംപെററ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, പ്രത്യേകിച്ചും ഡോണ്ടിൽ അല്ലെങ്കിൽ ഡു നോട്ട് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇംപെററ്റീവ് സെന്റൻസ് ആണ്. ഇങ്ങനെ ഒരു സെന്റൻസ് വരുമ്പോൾ അതിന്റെ ടാഗ് എപ്പോഴും എന്തായിരിക്കും? വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു ആയിരിക്കും. ഓക്കെ, ഇവിടെ ടാഗ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ എന്താവണം? ഇവിടെ സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ടാഗ് എന്ത് വരും? പോസിറ്റീവ് ടാഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ് എന്നുള്ളത് ഒരു ഇംപെററ്റീവ് സെന്റൻസ് ആണ്, നമുക്ക് മനസ്സിലായി. ഒരു ഇംപെററ്റീവ് സെന്റൻസിന്റെ ടാഗ് എന്തായിരിക്കും? വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു ആയിരിക്കും. ഇവിടെ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ടു ഫോളോ എ റൂട്ട് വിച്ച് ഇസ് നോട്ട് സ്ട്രെയിറ്റ് ഓർ ഡയറക്റ്റ്. നമ്മളിത് ജോഗ്രഫിയിലൊക്കെ പഠിക്കുന്നതാ. നോട്ട് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട്, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്ത് അല്ല എന്നുള്ളത് അർത്ഥം വരുന്ന സെന്റൻസ് അല്ലെങ്കിൽ വാക്ക് ഏതാണ്? അത് മിയാണ്ടർ ആണ്. MEANDER എന്ന് പറഞ്ഞാൽ മിയാണ്ടർ ആണ് അർത്ഥം. അടുത്തത്. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ ഡാഷ് എ ഫ്ലാറ്റ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇഫ് ഐ ഹാഡ്, ഇവിടെ V3 ഫോം ഉണ്ടോ? ഇല്ല. ഹാഡ് V3 ഉണ്ടോ? എല്ലാവരും ഹാഡ് കാണുമ്പോഴത്തേക്ക് വുഡ് ഹാവ് V3 എന്നുള്ളതിലേക്ക് പോവും. ഇവിടെ ഹാഡ് V3 ഇല്ല. ഹാഡ് എന്നുള്ളത് V2 ഫോമിലാണ്. ഐ ഹാഡ് ഇനഫ് മണി. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ വുഡ് ബൈ എ ഫ്ലാറ്റ് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഐ വുഡ് ഹാവ് വരണമെങ്കിൽ ഇവിടെ എന്ത് വരണമായിരുന്നു? ഇവിടെ V3 ഫോം വരണമായിരുന്നു. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ വുഡ് ബൈ എ ഫ്ലാറ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. ഇനി ദേ ഡാഷ് ക്രിക്കറ്റ് എവറി സൺഡേ. ഇതൊരു സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ? സിമ്പിൾ പ്രസന്റിൽ നടക്കുന്ന കാര്യമാണ്. അവരെന്നും ക്രിക്കറ്റ് കളിക്കുന്നു. ദേ പ്ലേ ക്രിക്കറ്റ് എവറി ഡേ എന്നുള്ളതാണ് ആൻസർ. അപ്പം ഹി ആയിരുന്നെങ്കിലോ, ഹി അല്ലെങ്കിൽ ഷീ ആയിരുന്നെങ്കിലോ എന്ത് വരുമായിരുന്നു? പ്ലേസ് എന്നുള്ളത് വരുമായിരുന്നു. കാരണം എവറി സൺഡേ എന്നുള്ളത് ഒരു പതിവായിട്ടുള്ള കാര്യത്തെ സൂചിപ്പിക്കുന്നു. അതായത് സിമ്പിൾ പ്രസന്റ് ഫോമിലാണ്. ദേ വന്നതുകൊണ്ട് പ്ലൂറൽ ഫോം ആയിട്ടുള്ള പ്ലേ ആണ് ഇവിടെ നമ്മൾ ഓപ്ഷൻ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അടുത്തത്. ചൂസ് ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ്. ചൂസ് ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കോൺസിക്വൻസ് എന്നുള്ളതാണ് നമ്മുടെ വേർഡ്. CONSEQUENCE ആണ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. ഓക്കെ, CONSEQUENCE കോൺസിക്വൻസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വേർഡ്. CONSEQUENCE കോൺസിക്വൻസ് ആണ് ശരിയായിട്ടുള്ള വേർഡ്. ഇനി അടുത്ത ചോദ്യം.
പീപ്പിൾ ബിലോങ്ങിങ് ടു എ ഹൈ സോഷ്യൽ ക്ലാസ് ഈസ് കോൾഡ്, ആ ഒരു കമ്മ്യൂണിറ്റീനെ പറയുന്ന പേര് ജെൻട്രി എന്നുള്ളതാണ്. ഓക്കെ, അതായത് മാന്യൻ എന്നർത്ഥം വരും. എന്താണ് മാന്യൻ? ഹൈ ക്ലാസ് ഫാമിലി അറിയപ്പെടുന്നതാണ് മാന്യൻ, ജെൻട്രി എന്ന് പറയും. പീപ്പിൾ ബിലോങ്ങിങ് ടു എ ഹൈ ക്ലാസ് സോഷ്യൽ ഫാമിലി, ഹൈ ക്ലാസ് ഈസ് കോൾഡ് ജെൻട്രി എന്നാണ് നമ്മൾ പറയുക. ഇഫ് യു വർക്ക് by fits and stars, you won't succeed. Find out the meaning of the underlined idiom. If you work by fits and stars എന്നുള്ളതാണ് എന്താ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടില്ല. ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അൺസ്റ്റഡി എന്നുള്ളതാണ് അർത്ഥം. എന്താണ് ഇഡിയം? ഫിറ്റ്സ് ആൻഡ് സ്റ്റാർസ് എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? ഇഫ് യു വർക്ക് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർസ് എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? അൺസ്റ്റഡി എന്നുള്ളതാണ്. അൺസ്റ്റഡി എന്നുള്ളതാണ് ഫിറ്റ്സ് ആൻഡ് സ്റ്റാർസ്. ശ്രദ്ധിക്കണേ, ഫിറ്റ്സ് ആൻഡ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ അൺസ്റ്റഡി എന്നുള്ളതാണ് മീനിങ് വന്നിട്ടുള്ളത്. വൺ ഓഫ് ദ സ്റ്റുഡൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ കണ്ടോ വൺ ഓഫ് വന്നു. വൺ ഓഫ് വന്നാൽ എന്തായിരിക്കും? പ്ലൂറൽ സബ്ജക്റ്റുമായിരിക്കും, അല്ലെങ്കിൽ പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് മിസ്സിംഗ് ദ ക്ലാസ് എന്തായിരിക്കും വരിക? ഈസ് മിസ്സിംഗ് ദ ക്ലാസ് എന്നാണ് വരിക. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ ആന്റോണിം ഓഫ് ദ വേർഡ് അബ്സേർഡ്. അബ്സേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൂളിഷ് എന്നുള്ള കാര്യമാണ്. അസംബന്ധം എന്നുള്ളതൊക്കെയാണ് അബ്സേർഡ് എന്നുള്ളതിന്റെ അർത്ഥം. അപ്പോൾ അതിന്റെ ആന്റോണിം, ഓപ്പോസിറ്റ് എന്താ വരിക? സെൻസിബിൾ. ഓക്കെ, ന്യായമായ എന്നുള്ളതാണ് സെൻസിബിൾ, അല്ലെങ്കിൽ അതാണ് അതിന്റെ ആന്റോണിം ആയിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരിക. അടുത്തത് ചേഞ്ച് ഇൻ ടു ഡയറക്റ്റ് സ്പീച്ച് ആണ്. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് അടുത്ത ചോദ്യം. ഇവിടെ തന്നിരിക്കുന്നത് മാർത്ത സെഡ് ഐ വാസ് നിയർ ടു ദ ബാക്ക് ഡോർ. ഇതൊരു പാസ്റ്റ് ഫോമിലാണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഏത് ഫോർമാറ്റിലേക്കാണ് ഡയറക്റ്റ് ആവുമ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരിക? പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് പോവുക. എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് പോവുക. ഓക്കെ, അപ്പൊ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ഏതാണെന്ന് നോക്കിയാൽ മതി. മാർത്ത സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ നിയർ ടു ദ ബാക്ക് ഡോർ. ഷീ ഹാഡ് ബീൻ നിയർ ടു ദ ബാക്ക് ഡോർ ആണെന്ത്? പാസ്റ്റ് പെർഫെക്റ്റിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ബീയിങ് അല്ല, ഷീ ഈസ് അല്ല, ഹാഡ് നിയർ അല്ല വരിക. ഹാഡ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റിലാണ് വരിക. പക്ഷെ പാസ്റ്റ് പെർഫെക്റ്റ് ആവണമെങ്കിൽ ഹാഡ് ബീൻ നിയർ ടു ദ ബാക്ക് ഡോർ എന്നുള്ളത് എന്ത് ചെയ്യണം? വേണം. ഓക്കെ, താഴെ പറയുന്നവയിൽ, ഇനി മലയാളം ചോദ്യമാണേ. താഴെ പറയുന്നവയിൽ തൊഴിലിന്റെ മഹത്വം വ്യക്തമാക്കുന്ന പഴഞ്ചൊല്ല് ഏത്? നിലമറിഞ്ഞ് വിത്തിടണം, പുള്ളുവൻ പാടുന്നതേ വീണ പാടൂ, ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? തൊഴിലിന്റെ മഹത്വമാണ്. ഏതാണ്? ഉണ്ണുന്നവനെ തൊഴുതുണ്ണണം എന്ന് പറഞ്ഞാൽ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ശരിയായ വാക്യം കണ്ടെത്തുക. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. അതാണോ? അതോ ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുമുണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. വളരെ അഭിവൃദ്ധിയുമുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും കുറവുമുണ്ട് എന്നുള്ളത് ഇവിടെ വരണം. രണ്ടും ഒരേപോലെ തന്നെ വരണം. രണ്ട് സെന്റൻസ് കണക്ട് ചെയ്യല്ലേ. വളരെ അഭിവൃദ്ധിയുണ്ട് എന്നാൽ അത്രയും കുറവുണ്ട് എന്നുള്ളത് ശരിയാണ്. അഭിവൃദ്ധിയുമുണ്ട് എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുമുണ്ട് എന്നുള്ളതാണെങ്കിൽ അത് ശരിയായേനെ. ഇനി ഇക്കാലത്തെ വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട് എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. ഇവിടെ എന്തുകൊണ്ട് ആ സെന്റൻസ് ശരിയാവില്ല? കാരണം ഇവിടെ ഒരു രോധിനി, സെമി കോളൻ ഉണ്ടല്ലേ. രണ്ട് വാക്യങ്ങളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സെമി കോളൻ യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ, അതായത് ഒന്നും ഓപ്ഷൻ 3 തമ്മിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ആകെ വ്യത്യാസമുള്ളത് ആ സെമി കോളന്റെ ആണ്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ എ ഒന്നാണ് ശരി. എന്തായിരുന്നു ഓപ്ഷൻ എ? ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട് എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട് എന്നുള്ളതാണ് ഓപ്ഷൻ എ. ഇനി അലിംഗ ബഹുവചനം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അലിംഗ ബഹുവചനം അല്ലാത്തത് ഏത്? അധ്യാപകർ അലിംഗ ബഹുവചനമാണ്, വെള്ളക്കാർ അലിംഗ ബഹുവചനമാണ്, മലയാളികൾ അലിംഗ ബഹുവചനമാണ്. നമുക്ക് ഏതാ ലിംഗം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അലിംഗ ബഹുവചനമാണ്. അപ്പോൾ ബഹുവചനം അല്ലാത്തത് ഏതാണ്? നിലങ്ങൾ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 1000+ ആണ്ട്, 1000+ ആണ്ട് ചേർത്ത് എഴുതിയാൽ എന്താ വരിക? ആയിരത്താണ്ട്. എന്താണ്? ആയിരത്താണ്ട്. മേഘം എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത്. താഴെ പറയുന്നവയിൽ മേഘം എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഏതൊക്കെയാണ്? കാഞ്ചി എന്നുള്ളതാണ് പര്യായമല്ലാത്തത്. ഘനം എന്ന് പറഞ്ഞാൽ മേഘമാണ്. അബ്രം എന്ന് പറഞ്ഞാൽ മേഘമാണ്. വാരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘമാണ്. എന്നാൽ കാഞ്ചി എന്ന് പറഞ്ഞാൽ എന്തല്ല? മേഘമല്ല. ഇനി ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പദം ഏതാണ്? ചെലവ് ശരിയായ രീതിയാണ്. തത്വം ശരിയാണ്. ചുവപ്പ് ശരിയാണോ? ആണോ? അല്ല, ചെമപ്പ് എന്നാണ് എഴുതുക. എന്താണ്? ചെമപ്പ്. എന്താണ്?
ചെമപ്പ് ആണ് ശരിയായ രീതി. ചുവപ്പല്ല. നമ്മൾ നന്നാക്കി പറയുന്നതാ. ചുവപ്പല്ല, ചെമപ്പാണ് ശരിയായ രീതി. ഉദ്ധാനം ശരിയാണ്. അപ്പൊ ചുവടെ തന്നിരിക്കുന്നതിൽ തെറ്റായ പദം ഏതാണ്? ചുവപ്പാണ് തെറ്റ്, ചെമപ്പാണ് ശരിയായ രീതി. ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ട് കക്ഷിയിലും ചേരുന്നവൻ എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? രണ്ട് കക്ഷിയിലും ചേരുന്നവൻ എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? കായംകുളം വാളാണ്. ഇനി 800 എന്ന പദം പിരിച്ചെഴുതിയാൽ എന്ത് വരും? n+100 800, n+100 800, n+100 800. ഇനി ദുഷ്കരം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? സുകരം ദുഷ്കരം, സുകരം ദുഷ്കരം, സുകരം ദുഷ്കരം, സുകരം ദുഷ്കരം. ദുഷ്കരത്തിന്റെ വിപരീതം എന്താണ്? സുകരം. ഇനി they have been building the new bridge since 2021 എന്ന വാക്യത്തിലെ ശരിയായ പരിഭാഷ എന്ത്? they have been building the new bridge since 2021 എന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ എന്താണ്? അവർ 2021 തുടങ്ങിയ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. അവർ 2021 തുടങ്ങിയ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. അത് തന്നെയാണ് എന്ത്? ഇതിന്റെ ശരിയായിട്ടുള്ള വിവർത്തനം. അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദ സിനോണിം ഓഫ് ദ വേർഡ് വോ ഫ്രം ദ ഫോളോയിങ് വേർഡ്സ്. എന്താ വോ എന്ന് പറഞ്ഞാൽ? അത് ഡിസ്ട്രെസ് അല്ലെങ്കിൽ വിഷമം, മാനസികമായിട്ടുള്ള വിഷമം, അതിനെയാണ് നമ്മൾ വോ എന്ന് പറയാ. ഡിസ്ട്രെസ്, ഡീപ്ലി സാഡ്, അതൊക്കെയാണ് സിനോണിം എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള മീനിങ് ആണ്. സിനോണിം സിമിലർ ആയിട്ടുള്ള മീനിങ് ആണ്. വോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രെസ് എന്നുള്ളതാണ് മീനിങ്. എന്താണ് വോ എന്ന് പറഞ്ഞാൽ? ഡിസ്ട്രെസ്, മാനസികമായിട്ടുള്ള ആ ഒരു വിഷമം, ഡീപ്പ് ആയിട്ടുള്ള സാഡ്. എല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ആൻ ആന്റോണിം ഓഫ് ദ വേർഡ് മാഡ്? മാഡ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിന്റെ ആന്റോണിം എന്താണ്? സെയിൻ. സെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് മാഡ് ആണ്. സെയിൻ എന്ന് പറഞ്ഞാൽ നോട്ട് മാഡ്, അതായത് വെൽ എന്നുള്ള കണ്ടീഷൻ ആണ് സെയിൻ. ദ ഫ്രേസൽ വെർബ് ബീഫ് അപ്പ് മീൻസ് എന്താ? ബീഫ് അപ്പ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് സംതിങ് ബിഗർ. എന്താണ്? ടു മേക്ക് സംതിങ് ബിഗർ. ടു മേക്ക് സംതിങ് ബിഗർ ആണ് ബീഫ് അപ്പ് എന്ന് പറഞ്ഞാൽ. ചൂസ് ദി സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. ഇനി കളക്റ്റീവ് നൗൺ കണ്ടുപിടിക്കാനാണ്. എ ഡാഷ് ഓഫ് ഫിഷ്, നമ്മൾ എപ്പോഴും കാണുന്ന ചോദ്യമാണ് അല്ലേ? സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് പറയുക. അതിന്റെ കളക്റ്റീവ് നൗൺ എന്താണ്? സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് നമ്മൾ പറയുക. ഇനി ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെല്ലിംഗ് വേർഡ്. ഏതാണ് കറക്റ്റ്ലി സ്പെല്ലിംഗ് ആയിട്ടുള്ള വേർഡ് നോക്കുകയാണ്. എൻസൈക്ലോപീഡിയ എന്നുള്ളതാണ് വാക്ക്. ഏതാണ് ഇവിടെ കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ളത്? എൻസൈക്ലോപീഡിയ, അതായത് ഓപ്ഷൻ എ ആണ് ശരി. എൻസൈക്ലോ വരെ ഓക്കെ ആയിരിക്കും. PAEDIA എന്താണ്? പീഡിയ, PAEDIA, എൻസൈക്ലോ, ENCYCLO, PAEDIA, എൻസൈക്ലോപീഡിയ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. ഇനി ഇഡിയം ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ, ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ടു ഡു സംതിങ് പോയിന്റ്ലെസ്. ടു ഡു സംതിങ് പോയിന്റ്ലെസ് എന്നുള്ളതാണ് ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ചേസ് എന്നുള്ളതിന്റെ അർത്ഥം. ഓക്കെ, വാട്ട് ഡസ് ദ വേർഡ് അഡ്ഹോക്ക്? അഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിച്ചിട്ടില്ലേ? അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് പഠിച്ചിട്ടില്ലേ? എന്തിനാണ്? ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം, ഒരു പ്രത്യേകമായിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള കമ്മിറ്റി, അല്ലെങ്കിൽ ഫോർ എ സ്പെഷ്യലൈസ്ഡ് പർപ്പസ്, അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് പർപ്പസിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതിനാണ് അഡ്ഹോക്ക് എന്ന് പറയാം. അതായത് ഫോർ എ സ്പെസിഫൈഡ് പർപ്പസ് എന്നുള്ളതാണ് അഡ്ഹോക്ക് എന്നുള്ളതിന്റെ മീനിങ്. ക്ലിയർ ആണല്ലോ? അടുത്തത് സ്റ്റഡി ഓഫ് മൗണ്ടെയിൻസ് എന്താണ്? ഓറോളജി ആണ്. സ്റ്റഡി ഓഫ് മൗണ്ടെയിൻസ് എന്താണ്? ഓറോളജി. സ്റ്റഡി ഓഫ് മൗണ്ടെയിൻസ് എന്താണ്? ഓറോളജി. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ദാറ്റ് ബെസ്റ്റ് ഫിറ്റ്സ് ഇൻ ടു ദ ബ്ലാങ്ക് സ്പേസ്. ഏതാണ് അവിടെ ചേരുന്ന ഒരു വാക്ക്? ആൻഡ് ഡാഷ് എ സം ഓഫ് ₹500 ഔട്ട് ഓഫ് ദ ബാങ്ക് എവറി വീക്കെൻഡ്. ഇതൊരു പതിവായി ചെയ്യുന്ന കാര്യമാണല്ലേ? സിമ്പിൾ പ്രസന്റിലാണ് പറയേണ്ടത്. അപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മൾ പിൻവലിക്കുന്നു പറയുന്നതിന് എന്താണ്? ഡ്രോസ്, DRAWS ആണ് അവിടെ ചേരുന്ന വാക്ക്. അടുത്തത് ഔട്ട് ഓഫ് ദ ഗിവൺ വേർഡ്സ് വൺ വേർഡ് ഈസ് മിസ്പെൽഡ്. ഫൈൻഡ് ദ മിസ്പെൽഡ് വേർഡ്. ഏതാണ് മിസ്പെൽഡ് ആയിട്ടുള്ളത്? ഓംലെറ്റ് ആണ്. കാണുമ്പോൾ നമുക്ക് ഈസി ആണെന്ന് തോന്നും, പക്ഷെ ഓംലെറ്റിന്റെ ശരിക്കുള്ള സ്പെല്ലിംഗ് എന്താ? OMELETT ആണെന്ത്? ഓംലെറ്റിന്റെ ശരിക്കുള്ള സ്പെല്ലിംഗ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അവര് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മിസ്പെൽഡ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്തായിരുന്നു? ഓംലെറ്റ് ആണ്. ഓംലെറ്റിന്റെ ശരിക്കുള്ള പേരെന്താ? OMELETT. അതാണ് ഓംലെറ്റിന്റെ ശരിയായിട്ടുള്ള രൂപം. അടുത്തത് മലയാളം ചോദ്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെ മലയാളം ചോദ്യങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നദിയുടെ പര്യായം ഏതാണ്? തടിനി. നദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടിനി എന്നും അർത്ഥമുണ്ട്. വിപരീത പദം എഴുതുക.
ചഞ്ചലം. ചഞ്ചലത്തിന്റെ വിപരീതം എന്താണ്? അചഞ്ചലമാണ് ചഞ്ചലത്തിന്റെ വിപരീത പദം. ഇനി പിരിച്ചെഴുതുക. ഉണ്മ. ഉണ്മ പിരിച്ചെഴുതിയാൽ എന്ത് ലഭിക്കും? ഉൾ പ്ലസ് മായാണ് ഉണ്മ. എന്താണ്? ഉൾ പ്ലസ് മായാണ് ഉണ്മ. അടുത്തത് ശരിയായ പദം ഏത്? ഏതാണ്? നിശ്ചയമാണ് ശരിയായ പദം. എന്താണ്? നിശ്ചയം. നിശ്ചയമല്ല, നിശ്ചയമല്ല, നിശ്ചയം അല്ല, നിശ്ചയമാണ് എന്ത്? ശരിയായ പദം. ഓക്കെ, വൃശ്ചികം എന്ന് പറയില്ലേ, അതുപോലെ. ഇനി സമാന പദം ഏത്? ഇനൻ. ഇനൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സൂര്യൻ. ഇത് SCERT ആണ് കേട്ടോ. ഇനൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അതൊരു SCERT ഫാക്ട് കൂടിയാണ്. ഇനി തെറ്റില്ലാത്ത വാക്യം ഏത്? നന്ദി പറയുന്നു. നന്ദി രേഖപ്പെടുത്തുകയല്ല, ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് എന്താണ്? നന്ദി പറയുകയാണ് ചെയ്യുക. ഓക്കെ, ഇത് ഞാനും ഈ എക്സാമിന് തെറ്റിച്ചതായിരുന്നു. നന്ദി ഗൈസ് പറയുകയാണ് ചെയ്യുക കേട്ടോ. നന്ദി പറയുന്നു എന്നാണ് പറയേണ്ടത്. അതാണ് തെറ്റില്ലാത്ത ശരിയായിട്ടുള്ള രീതി. ഇനി ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? അത് അധ്വാനത്തിന്റെ മഹത്വമാണ് കാണിക്കുന്നത്. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്ന പരിഭാഷ എന്താണ്? ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. എങ്ങനെയാണോ വിത്ത് അതുപോലെയാണ് മുള എന്ന് പറഞ്ഞാൽ വിത്ത് ഗുണം 10 ഗുണം. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് പോലെ തന്നെയാണ് എന്ത്? അതിന്റെ മുള എന്ന് പറഞ്ഞാൽ വിത്ത് ഗുണം എന്താണ്? 10 ഗുണം. വിത്ത് ഗുണം 10 ഗുണം. അടുത്തത് ചേർത്ത് എഴുതാനാണ്. ഈ പ്ലസ് അൾ എന്തായിരിക്കും വരിക? ഇവൾ. ഈ പ്ലസ് അൾ ഇവളാണ്. ഇനി കുളം കോരി ശൈലിയുടെ അർത്ഥം എന്താണ്? നശിപ്പിക്കുക. നമ്മൾ മാർത്താണ്ഡവർമ്മയെന്നാണ് ഈ കുളം കോരലൊക്കെ ഉണ്ടായിട്ടുള്ളത്. കുളം കോരി എന്ന് പറഞ്ഞാൽ എന്താണ്? നശിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഗീതാഞ്ജലി ഈസ് ദ ഡാഷ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ബോണഫൈഡ് ആണോ? മാഗ്നം ഓപ്പസ് ആണോ? ആൽമ മേറ്റർ ആണോ? അഡ്ഹോക്ക് ആണോ? ഏതാണ്? മാഗ്നം ഓപ്പസ് ആണ്. ഗീതാഞ്ജലി ഇസ് ദ മാഗ്നം ഓപ്പസ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ. എന്താ മാഗ്നം ഓപ്പസ് എന്ന് പറഞ്ഞാൽ? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എന്നാണ് മാഗ്നം ഓപ്പസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത്. എ പ്ലേസ് വേർ ബേർഡ്സ് ആർ കെപ്റ്റ് ഈസ് കോൾഡ്. ബേർഡ്സിനെ എവിടെയാ കീപ്പ് ചെയ്യുക? ഏവിയറിയിലാണേ. എപ്പിയറി ആണെങ്കിലോ അത് ബീസിനെ കീപ്പ് ചെയ്യുന്നതാണ്. ഇനി അക്വേറിയം എന്ന് പറഞ്ഞാൽ അവിടെ ആരാ ഉണ്ടാവുക? ഫിഷ് ആണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ദ ചീഫ് ഗസ്റ്റ് ഡാഷ് ഇൻ ടൈം. ഏതാ ആൻസർ വരുന്നത്? ടേൺഡ് അപ്പ് ആണ് കേട്ടോ. ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അറൈവ് ചെയ്യുക, എത്തിച്ചേരുക എന്നൊക്കെ അർത്ഥം. ദ ചീഫ് ഗസ്റ്റ് ടേൺഡ് അപ്പ്. ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിച്ചേരുക. ഇൻ ടൈം. ചീഫ് ഗസ്റ്റ് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് പറയുന്നത്. ഐഡന്റിഫൈ ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. അപ്പൊ നമ്മൾ 1, 2, 3 കറക്റ്റ് സ്പെല്ലിംഗ് ഒക്കെ നമ്മൾ പഠിച്ചു. കോൺസിക്വൻസ് പഠിച്ചു, എൻസൈക്ലോപീഡിയ പഠിച്ചു, ഓംലെറ്റ് പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒക്കേഷൻ ആണ്. OCCASION ആണ് എന്ത്? ഒക്കേഷന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ്. OCCASION ആണ്. SS ഇല്ല മക്കളെ. ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ OCCASION ആണ്. ഒക്കേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് കേട്ടോ. ഒക്കേഷൻ OCCASION ആണ് കറക്റ്റ്. അടുത്തത് കറക്റ്റ് ദ പാസീവ് ഫോം ഓഫ് ദ following. Choose the correct passive form of the following ആണ്. Manoj has read many good books. Manoj has read many good books എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ has read ആണ് വന്നിട്ടുള്ളത്. പക്ഷെ എന്താണ്? ഹാസ് ഫോം ആണ്. ഹാസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല? അതിന്റെ ടെൻസ് മാറ്റേണ്ടതില്ല. അപ്പൊ നമുക്ക് എന്താ അവിടെ യൂസ് ചെയ്യേണ്ടി വരിക? ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ ചോദ്യത്തിൽ ആക്റ്റീവിൽ ഹാസ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരത്തിൽ എന്ത് വരും? ബീൻ വരും അല്ലെ? അപ്പൊ നമ്മൾ എന്താ ഓപ്ഷൻ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്? മെനി ഗുഡ് ബുക്സ് ഹാവ് ബീൻ റെഡ് ബൈ മനോജ്. ഇവിടെ ഹാവ് വരാൻ കാര്യം എന്താണ്? മെനി ഗുഡ് ബുക്സ് അതൊരു പ്ലൂറൽ ഫോം ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവിടെ പ്രസന്റ് ഫോം ആയിട്ടുള്ള ഹാവ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മാറ്റണ്ട? ടെൻസ് മാറ്റണ്ട. പാസീവ് വോയിസിൽ നമുക്ക് ടെൻസ് മാറ്റേണ്ടതില്ല. നമ്മുടെ ഹാസ് റെഡ് വന്നതുകൊണ്ട് ഹാവ് ബീൻ റെഡ് ആയിരിക്കും എവിടെ വരിക? പാസീവ് ഫോമിൽ വരിക. ഓക്കെ, ക്ലിയർ. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഐഡന്റിഫൈ ദ വേർഡ് വിച്ച് ഡസ് നോട്ട് മീൻ അമെൻഡ്. അമെൻഡ് അല്ലെങ്കിൽ മാറ്റുക. ആ ഒരു രീതിയിൽ അർത്ഥം വരാത്ത പദം ഏതാണ്? ജോയിൻ. ജോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടിച്ചേർക്കുക. ചേഞ്ച് എന്ന് പറഞ്ഞാലും ഇംപ്രൂവ് എന്ന് പറഞ്ഞാലും മോഡിഫൈ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാറ്റം അല്ലെങ്കിൽ അമെൻഡ് എന്ന് തന്നെയാണ്. പക്ഷെ ജോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഇഫ് ഐ ഹാഡ് ടൈം. ഇപ്പോഴും ഹാഡിന്റെ കൂടെ എന്ത് തന്നിട്ടില്ല? V3 തന്നിട്ടില്ല. ഇഫ് ഐ ഹാഡ് ടൈം അപ്പൊ നമ്മൾ എന്താ പറയാ? നമ്മൾ വിചാരിക്കും വുഡ് ഹാവ് ആണെന്ന് വിചാരിക്കും. അല്ല. എന്തായിരിക്കും അതിന്റെ ആൻസർ? I would watch a film. എന്താണ്? I would watch a film എന്നാണ് വരിക. I would watch a film ഏതാണ്? ഓപ്ഷൻ A ആണ്. If I had time, I would watch a film എന്ന് ആൻസർ ആയിട്ട് വരിക. He asked dash. എന്താ ആസ്ക് ചെയ്തത്? whether she could sing. Whether she could sing ആണ് എന്ത് വരിക? അവിടെ ആൻസർ ആയിട്ട് വരിക.
വെദർ ഷീ ക്യാൻ സിങ് വരില്ല, ദാറ്റ് ഷീ കുഡ് സിങ് അല്ല, വെദർ കുഡ് ഷീ സിങ് അല്ല, വെദർ കഴിഞ്ഞിട്ട് ഷീ വരണം, അതായത് നൗൺ വരണം, അല്ലെങ്കിൽ സബ്ജക്റ്റ് വരണം. വെദർ ഷീ കുഡ് സിങ് എന്നുള്ളതാണ് എന്ത് വരിക അവിടെ കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, ഹി ആസ്ക്ഡ് വെദർ ഷീ കുഡ് സിങ്, അവർക്ക് പാടാൻ പറ്റുമോ എന്ന് എന്ത് ചെയ്തു, അവൻ ചോദിച്ചു. ഓക്കെ, അടുത്തത് റീഡ് ദ സെന്റൻസ് ഗിവൻ ബിലോ ടു ഫൈൻഡ് ഔട്ട് വെദർ ദർ ഈസ് എനി ഗ്രാമാറ്റിക്കൽ എറർ. ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ, ബി, സി, ഡി. നോക്കാം. വൺ ഓഫ് അവർ സ്റ്റുഡൻസ്, വീണ്ടും വൺ ഓഫ് വെച്ചിട്ടാ വന്നേ. വൺ ഓഫിന് ശേഷം ശ്രദ്ധിച്ചോളൂ, അവിടെ പ്ലൂറൽ നൗൺ ആണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് തന്നിട്ടുള്ളത്. സ്റ്റുഡൻസ് തന്നു, പക്ഷെ എന്ത് വേണം അവിടെ, സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. സിംഗുലർ വെർബാണോ ശേഷം യൂസ് ചെയ്തിട്ടുള്ളത്? അല്ല, ഹാവ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് തെറ്റാണ്, ഹാസ് വരണമായിരുന്നു. ഓക്കെ, വൺ ഓഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് വരാൻ പാടില്ല, പ്ലൂറൽ വെർബ് വരാൻ പാടില്ല, സിംഗുലർ വെർബാണ് വരേണ്ടത്. അപ്പൊ എവിടെ തെറ്റ് ഏതാണ്, ഹാസ് വണ്ണിലാണ് തെറ്റുള്ളത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓപ്ഷൻ ബി ആണ് തെറ്റിയിട്ടുള്ളത് അവിടെ. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. ഇൻ ദ ക്വസ്റ്റ്യൻ ബിലോ ദർ ഈസ് എ സെന്റൻസ് ഓഫ് വിച്ച് സം പാർട്സ് ഹാവ് ബീൻ ജംബിൾഡ് അപ്പ്. ഒരു സെന്റൻസിന്റെ പാർട്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് പാർട്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ജംബിൾ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ, ജംബിൾഡ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ വേണ്ടേ, ഈ സെന്റൻസിന്റെ പോർഷൻസ് അറേഞ്ച് ചെയ്തിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഓപ്ഷൻസ് നിന്ന് തിരിച്ചു പോവാം കേട്ടോ. ഇവിടെ കറക്റ്റ് ഓപ്ഷൻസ് വരുന്നത് സി ആണ്, അതായത് എസ് ആണ് ആദ്യം വരുന്നത്. എന്താണ്, വി ആർ ഇൻസ്പയർഡ്. അടുത്തത് വരുന്നത് പി പോർഷൻ ആണ്, അതായത് ബൈ പീപ്പിൾ ഹു ഡു അമേസിംഗ് തിങ്സ്. പിന്നെ വരുന്നത് ക്യൂ ആണ്, ബട്ട് വാട്ട് ഈസ് മോർ ഇൻസ്പയറിംഗ്. ദെൻ വരുന്നത് ആർ ആണ്, ഈസ് ഹൗ ദേ ഗോട്ട് ദർ. ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും എന്ത് ചെയ്യും, ഇത് കിട്ടും. നമ്മൾ ജസ്റ്റ് ഓപ്ഷൻസ് നോക്കിയിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ മതിയാവും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ. അടുത്തത് മലയാളം പോർഷൻ ആണ്. താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏത്? ഗൈസ്, ഇത് ഹാർദവം എന്ന് പറയില്ല, ഹാർദം എന്നാണ് പറയാ. പക്ഷെ നമ്മുടെ PSC യുടെ ഹാർദം ഇങ്ങനെയല്ല, അതിന്റെ ദാ എങ്ങനെയാണ്, ഇങ്ങനെയാണ് നമ്മൾ ദാ എഴുതുക, 3 എണ്ണം ആയിരിക്കും. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ദാ. ഓക്കെ, അപ്പോ ഓപ്ഷൻ ഹാർദം എന്നാണ് പറയാ, ഹാർദവം എന്നെന്ത് ചെയ്യില്ല, പറയില്ല. ഇതാണ് ദാ. ഓക്കെ, അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം. അധ്യാപകർ, സ്വാമികൾ, വിദ്യാർത്ഥികൾ, ദൈവങ്ങൾ. ആരാണ്? സ്വാമികളാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ബഹുലം എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? വിരളം. ബഹുലം എന്ന പദത്തിന്റെ വിപരീതമാണ് എന്ത്? വിരളം. ബഹുലം എന്ന പദത്തിന്റെ വിപരീതമാണ് വിരളം. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്നതിന് സമാനമായ മലയാളത്തിലെ ചൊല്ലേത്? കാറ്റുള്ളപ്പോൾ പാറ്റണം. എന്താണ്? കാറ്റുള്ളപ്പോൾ പാറ്റണം. 5-6 ദിവസമായല്ലോ ഈ തിണ്ണയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്ന വാക്യത്തിൽ 5-6 എന്നത് ഏത് സമാസത്തെ കുറിക്കുന്നു? 5-6 എന്ന് പറയുമ്പോൾ പൂർവ്വപദമാണെങ്കിലും ഉത്തരപദമാണെങ്കിലും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. 5-നും 6-നും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ദ്വന്ദ്വ സമാസമാണ് 5-6 എന്ന് പറയുന്നത്. ഇനി താഴെ പറയുന്നവയിൽ പര്യായമല്ലാത്ത പദം ഏത്? കാനനം, ആനനം, വിപിനം, ആരണ്യം. കാനനം എന്ന് പറഞ്ഞാൽ കാടാണ്, വിപിനം എന്ന് പറഞ്ഞാലും കാടാണ്, ആരണ്യം എന്ന് പറഞ്ഞാലും കാടാണ്, ആനനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മുഖമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? അയാൾ സ്വയം ആത്മഹത്യ ചെയ്തു. സ്വയം ആത്മഹത്യ ചെയ്തു എന്ന് പറയൂ? ഇല്ല, അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ മതിയാവും. തൊഴിൽ ലഭിച്ചവരിൽ തന്നെ 100-ന് 90%, വീണ്ടും PSC ശതമാനത്തിലാണ് പിടിച്ചിരിക്കുന്നത്. 100-ന് 90% എന്ന് പറയേണ്ട, 90% നിരാശരാണ് എന്ന് പറഞ്ഞാൽ മതി. അധ്യാപകൻ നന്നായി പഠിപ്പിച്ചതിന് കുട്ടിക്ക് സമ്മാനം കിട്ടി. അങ്ങനെയാണോ? അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടിക്ക് സമ്മാനം നൽകി. അധ്യാപകൻ നന്നായി പഠിച്ചതിനാണോ കുട്ടിക്ക് സമ്മാനം കിട്ടിയത്? അല്ല. അപ്പൊ ആ വാക്യത്തിന്റെ സ്ട്രക്ചർ എന്താണ്? തെറ്റാണ്. നന്നായി പഠിച്ചതിന് അധ്യാപകൻ കുട്ടിക്ക് സമ്മാനം നൽകി എന്നാണ് വേണ്ടത്. ഇനി അപ്പൊ ശരിയായത് ഏതായിരിക്കും? ഉദാരമതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതാണെന്ത്? ശരിയായിട്ടുള്ള വാക്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോപസന്ധിക്ക് ഉദാഹരണം ഏത്? എന്താണ്? തണുപ്പുണ്ട്, മരക്കൊമ്പ്, നെന്മണി, മനയോല. ഏതാണ്? തണുപ്പുണ്ട്. തണുപ്പ് അധികം ഉണ്ട്. എന്താണ്? തണുപ്പ് അധികം ഉണ്ട്. ഇതിൽ എന്താണ് ലോപിച്ചത്? ചന്ദ്രകലയാണ് ലോപിച്ചു പോയത്. ചന്ദ്രകല അവിടെ ഉണ്ടോ? ഇല്ല. ഊ എന്നുള്ള ചിഹ്നം എവിടെയുണ്ട്? അവിടെ ഉണ്ട്. അപ്പൊ അത് ലോപിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? തണുപ്പ് പായും ഉണ്ട്, പക്ഷെ എന്തില്ല? ചന്ദ്രകല അവിടെ ഇല്ല. അപ്പോ ചേർത്ത് എഴുതുമ്പോൾ ഏതാണ് ലോപിച്ചു പോയത്? ചന്ദ്രകലയാണ് ലോപിച്ചു പോയത്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, തണുപ്പുണ്ട്. ലോപസന്ധിക്ക് ഉദാഹരണം തണുപ്പുണ്ട്. ശോണിമ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ചുവപ്പ്. മക്കളെ, ചുവപ്പ് നല്ല എഴുതാ, ചെമപ്പ് എന്നാണ് എഴുതാ. PSC നെ തെറ്റിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശോണിമ എന്ന് പറഞ്ഞാൽ ചെമപ്പാണ്. മായൻ ഏത് നോവലിലെ കഥാപാത്രമാണ്?
ഉമ്മാച്ചു എന്ന നോവലിലെ കഥാപാത്രമാണ് ആര്? മായൻ. മറക്കല്ലേ കേട്ടോ. ഇനി ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 പ്രാബല്യത്തിൽ വന്നത് ഏത് ദിവസത്തിലാണ്? 2013 ജൂലൈ 5-ലാണ് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം. ഇതും കൂടി ഇതിന്റെ കൂടെ ജസ്റ്റ് പറഞ്ഞു തന്നേയുള്ളൂ കേട്ടോ. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം പ്രാബല്യത്തിൽ വന്നത് 2013 ജൂലൈ 5-നാണ്. ഓക്കെ.